നമസ്കാരം. ബീഹാറിൽ സംഭവിക്കുന്നത് എന്താണ്? ഇന്ത്യ മുന്നണിയുടെ പതനത്തിന് തുടക്കം കുറിക്കുകയാണോ നിതീഷ് കുമാർ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേശീയ രാഷ്ട്രീയം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിതീഷ് കുമാർ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടുമില്ല. എന്നാൽ ഇതിനെല്ലാമിടെ NDA സഖ്യത്തിനൊപ്പം JDU ചേരുമെന്നും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമെന്നുമുള്ള റിപ്പോർട്ടുകൾ തള്ളിക്കളയുകയാണ് JDU സംസ്ഥാന അധ്യക്ഷൻ. ബീഹാറിൽ BJPയുടെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഉൾപ്പെടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇക്കാര്യങ്ങളെല്ലാം JDU നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്യുന്നു. പക്ഷേ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാമിടെ നിതീഷ് കുമാർ ഇന്ന് രാജ്ഭവനിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ബീഹാറിൽ ഈ രാഷ്ട്രീയ നാടകത്തിന്റെ ക്ലൈമാക്സ് എന്താകും? പരിശോധിക്കുന്നു ഇലക്ഷൻ ചാനൽ. സ്വാഗതം. വീണ്ടും കൂടുമാറുകയാണ് നിതീഷ് കുമാർ. ഒരു പക്ഷേ ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വരെയാകുമോ എന്നുള്ള ചോദ്യങ്ങളിലെല്ലാം ഉത്തരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട, ഒരു മാസം മുൻപ് വരെ ചർച്ച ചെയ്യപ്പെട്ട ഒരാളുടെ പേരാണ് BJP പാളയത്തിലേക്ക് പോകുന്നു എന്ന രീതിയിൽ വീണ്ടും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് വലിയ ഒരു വൈരുദ്ധ്യം തന്നെയാണ്. ഇന്ത്യ മുന്നണിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇത് ഏത് രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങളിലേക്ക് പോകുന്നു എന്ന് വിശകലനം ചെയ്യാൻ രാഷ്ട്രീയ വിശകലനങ്ങളുമായി മനു ഭരത്തും എന്നോടൊപ്പം ചേരുന്നു. മനു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒരു പൾസിൽ തന്നെയാണ് ബീഹാറിൽ നിന്നുള്ള വാർത്തകളെല്ലാം നിൽക്കുന്നത്. കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന കൊടുക്കുക, ആ സമയത്ത് പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് നിതീഷ് കുമാർ നടത്തുന്ന പ്രസ്താവനകൾ, അതിന് തൊട്ടു മുൻപ് ഇന്ത്യ മുന്നണി സഖ്യവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നിതീഷ് കുമാറിന് എന്ന തരത്തിലുള്ള വാർത്തകൾ വരിക, മാറി നിൽക്കുക, മല്ലികാർജ്ജുൻ ഖാർഗെ അമരസ്ഥാനത്തേക്ക്, മുന്നണി സഖ്യത്തിന്റെ അമരസ്ഥാനത്തേക്ക് വരുന്നതിനുള്ള ഒരു എതിർപ്പ് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പുറത്തു വരിക, ഇങ്ങനെ പല രീതിയിലുള്ള പൾസുകൾ നിൽക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധി ബീഹാറിലെത്തുമ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കും നിതീഷ് കുമാർ എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വന്ന് അതിനെല്ലാം ഒരയവ് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് കലങ്ങി മറിയുന്നു. ബീഹാർ രാഷ്ട്രീയ നാടകങ്ങളിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ട്. JDUവിന്റെ അധ്യക്ഷൻ ഇത് നിഷേധിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ട് കൂടിയായി കണക്കിലെടുത്താൽ ഒന്നും നിഷേധിക്കുകയും ഒന്നും സ്ഥിരീകരിക്കുകയും ചെയ്യാത്ത നിതീഷ് കുമാർ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അവസാനിച്ചോ ഇന്ത്യ മുന്നണി സഖ്യം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം? ഇന്ത്യ മുന്നണി സഖ്യം ബീഹാറിൽ അത് ഇനി ഫലപ്രദമാകും എന്ന് കരുതാനാകില്ല. കാരണം ഈ മുന്നണി ഉണ്ടാക്കിയ ഘട്ടത്തിൽ നിതീഷ് കുമാർ വളരെ വ്യക്തമായി അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാണിക്കണം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. അത് അവരുടെ പോസ്റ്ററുകളിലും അവിടെയുള്ള പ്രസംഗങ്ങളിലും ഒക്കെ അത് വളരെ വ്യക്തമായിരുന്നു. അന്ന് അവരുടെ പാർട്ടി ഉയർത്തിയ മുദ്രാവാക്യവും നിതീഷ് അടുത്ത പ്രധാനമന്ത്രി എന്ന തരത്തിൽ ആയിരുന്നു. ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് നിതീഷിനെ പ്രധാനമന്ത്രിയാക്കണം എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും അതൊക്കെ പ്രസക്തമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. നിതീഷ് കുമാർ സ്വാഭാവികമായും NDA മുന്നണിയുടെ ഭാഗമാകും എന്ന വിവരങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ഇനി ജനുവരി 28-ന്, അതായത് ഈ വരുന്ന ഞായറാഴ്ച JDU MLA-മാരുടെ യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അധികം വൈകാതെ നിതീഷ് കുമാർ നിലവിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും പിന്നീട് അടുത്ത ദിവസം തന്നെ BJPയുടെ, അതായത് NDAയുടെ പിന്തുണയോടുകൂടി വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഇതിപ്പോൾ 9ാമത്തെ തവണയാണ് നിതീഷ് കുമാർ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി 9ാമത്തെ തവണ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നൊരു സാഹചര്യമാണ്. കാരണം 2000-ലാണ് അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്. അന്ന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പിന്നീട് 2005-ൽ അങ്ങനെ തുടങ്ങി. ഈ 2005 തൊട്ട് ഒരു 8 മാസത്തെ ഒഴിവ് നിർത്തിയാൽ നാളിതുവരെ നിതീഷ് മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്യുക. ഇതിലൊരു പ്രധാന കാര്യം, നിതീഷ് കുമാറിൻ്റെ നമുക്കറിയാലോ അവിടുത്തെ ഒരു സാഹചര്യം, നിതീഷിനെ മുഖ്യമന്ത്രിയാക്കാൻ തക്ക ഒരു ശക്തി JDUവിന് ഇല്ല. അതേസമയം BJPയുടെയോ അല്ലെങ്കിൽ ലാലു യാദവിൻ്റെ പാർട്ടിയുടെയൊക്കെ പിന്തുണയോടുകൂടി ആണ് നിതീഷിന് അവിടെ ഭരിക്കാൻ കഴിയുന്നത്. അപ്പം മഹാഗഡ്ബന്ധൻ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെയും തേജസ്വി യാദവിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് നിതീഷ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരികയൊക്കെ ചെയ്തത്. അപ്പോൾ ആദ്യം BJP സഖ്യത്തിൽ നിന്ന് വരുന്നു, പിന്നീട് അത് മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായി അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയാകുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനം പിന്നെ വിട്ടുകൊടുക്കണം എന്ന ഒരു ആവശ്യം
RJD മുന്നോട്ട് വെച്ചിരുന്നു. നേരത്തെ തന്നെ അത് തേജസ്വി യാദവിന് ഈ ടേം പങ്കുവയ്ക്കാം എന്നൊരാവശ്യം അവർ ഉന്നയിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആ ആവശ്യം കൂടുതൽ ശക്തമാകും, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്ന സൂചനകൾ കൂടി നിതീഷ് കുമാറിന് കിട്ടിക്കാണണം. അപ്പോൾ 2005 ശേഷം മുഖ്യമന്ത്രി സ്ഥാനം കുറച്ചുകൂടി മാറിക്കൊടുത്ത് തേജസ്വി യാദവിന് കൊടുക്കണം. കാരണം കൂടുതൽ MLA ഉള്ളത് നിതീഷിനല്ല, തേജസ്വിക്കാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടുന്നാണ് യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകേണ്ടത് RJDയിൽ നിന്നാണ് എന്ന ഒരു സ്വാഭാവികമായ ഒരു അവകാശവാദം അവർക്ക് ഉണ്ട്. അത് കൂടി മുന്നിൽ കണ്ടാകണം നിതീഷിന്റെ ഈ കൂടുമാറ്റം എന്നാണ് ഇപ്പോഴത്തെ ഇതിൽ ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഇനിയൊരു അതേത് രീതിയിലുള്ള ഫോർമുല ഉണ്ടായിട്ടിരിക്കുന്നു NDAയുമായിട്ട് എന്നുള്ളതൊക്കെ അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഒരു നോ റെസ്പോൺസ് മനോഭാവം നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന്? ഇപ്പം വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഖാർഗെയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നു, അത് ഫലം കാണുന്നില്ല. ഇത് മുൻകൂട്ടി തീരുമാനിച്ച നീക്കമാണ് നിതീഷ് നടത്തുന്നത് എന്ന് കോൺഗ്രസ് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും റീസെന്റ് ആയിട്ട് ഏറ്റവും അടുത്തതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നിതീഷ് ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നിതീഷ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇനി എന്ത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായി ഒന്നും പറഞ്ഞിട്ടില്ല. MLA പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. ചിലർ ഈ ഇദ്ദേഹം ഇങ്ങനെ മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായി തന്നെ തുടരും എന്ന് അഭിപ്രായപ്പെടുന്ന MLA അതേസമയം മഹാഗഡ്ബന്ധൻ നിതീഷിനെ വേണ്ട രീതിയിൽ ആദരിച്ചില്ല എന്ന് പറയുന്ന ഇപ്പോൾ ഗോപാൽ മണ്ഡൽ എന്ന് പറയുന്ന ഒരു MLA ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതേസമയം നിതീഷിനെ വേണമെങ്കിൽ പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ള വാദങ്ങൾ കൂടി അഖിലേഷ് യാദവിനെ പോലുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ നടുവിലാണ്. പക്ഷേ കൃത്യമായ ഒരു ചർച്ച നടന്നു വരുന്നതിന് നേരത്തെ ബീഹാറിൽ ചെറിയ ഒരു BJPക്കിടയിൽ തന്നെ നിതീഷിനെ ഇനി സ്വീകരിക്കണോ എന്നുള്ള ആശയങ്ങൾ ഉണ്ടായിരുന്നു, ഒരു തർക്കം ഉണ്ടായിരുന്നു. ഏതായാലും കേന്ദ്ര നേതൃത്വം പറയുന്നത് എന്ത് അത് പൂർണ്ണമായും അംഗീകരിക്കാം എന്നാണ് നിതീഷ് കുമാറിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അവിടുത്തെ BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഏത് ഫോർമുലയിലാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ, അത് ആ റിപ്പോർട്ടുകൾ ഏകദേശം സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുകയാണ്. എന്താണ് മുന്നോട്ട് വെക്കുന്ന ഫോർമുല? നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന് നിതീഷ് ആവശ്യപ്പെടുമ്പോൾ 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് നൽകാമെന്ന് JDU അതൊരു ഫോർമുലയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. BJPയുടെ പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്ന നിതീഷ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ BJPക്ക് ഉണ്ടാവുക 2 ഉപമുഖ്യമന്ത്രിമാർ ആയിരിക്കും. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും. സുശീൽ കുമാർ മോദി ആയിരിക്കും ഒരു ഉപമുഖ്യമന്ത്രി എന്നുള്ള കാര്യവും ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. വളരെ അതായത് ആ ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. കാരണം ഈ നിതീഷ് കുമാറിനെ തിരിച്ച് NDA പാളയത്തിലേക്ക് കൊണ്ടുവരുവാൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് സുശീൽ കുമാർ മോഡി തന്നെയാണ്. മാത്രവുമല്ല നിതീഷ് മടങ്ങി വരണം അല്ലെങ്കിൽ ഇതിൻ്റെ വാതിലുകൾ NDAയുടെ വാതിലുകൾ ഒരു കാലത്തും നിതീഷിന് മുന്നിൽ അടക്കില്ല എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് ഇതുപോലെ സുശീൽ കുമാർ മോദിയിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭ രൂപീകരണം ഉണ്ടാകും എന്നതാണ് അവിടെ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം മറുവശത്ത് ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. നിതീഷ് ഇല്ലെങ്കിൽ, അങ്ങനെ നിതീഷ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് RJD അവിടെ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 10 കോൺഗ്രസ് MLA കൂടി BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവരുടെ ചർച്ചകൾ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പോലും കൂടുതൽ MLA BJP പാളയത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബീഹാർ തൂത്തുവാരാൻ ഈ സഖ്യത്തിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു പോസിബിലിറ്റി മുന്നിൽ കണ്ടുകൊണ്ടാകണം നിതീഷിന്റെ. NDAയുടെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ സ്വാഭാവികമായിട്ട് ഉയരുമല്ലോ. NDA ഏതെങ്കിലും വിഭാഗം ഇതിനെതിരെ നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ ഒരു പരാമർശം വന്നിരിക്കുന്നു, നിതീഷ് വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. ബീഹാറിൽ നിന്നുള്ള ഒരു മന്ത്രി തന്നെ അത് പറയുമ്പോൾ അങ്ങനെ ഒരു പൾസ് അവിടെ ഉണ്ടോ? അത് കേന്ദ്ര മന്ത്രിയാണ്, പഞ്ചായത്ത് രാജിൻ്റെയൊക്കെ ചുമതലയുള്ള
ഗിരിരാജ് സിംഗ്. അദ്ദേഹം എപ്പോഴും വിവാദപരമായ പ്രസ്താവനകളൊക്കെ ഇറക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ആദ്യഘട്ടത്തിൽ നിതീഷിനെ ഇനി വിശ്വസിക്കേണ്ടതില്ല, അദ്ദേഹത്തിന് മുന്നിൽ NDAയുടെ വാതിലുകൾ എക്കാലത്തേക്കും അടഞ്ഞു, ഇനി അത് തുറക്കില്ല എന്നൊരു പ്രസ്താവന ഗിരിരാജ് ആദ്യം പുറത്തിറക്കുന്നു. പക്ഷേ ഗിരിരാജ് വലിയ അവിടെ ജനപിന്തുണയുള്ളൊരു നേതാവാണ്. 4.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അദ്ദേഹം അവിടെ നിന്ന് ജയിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ടിരിക്കുന്ന ഒരു വിവരം, അത് കേന്ദ്ര നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നു അതനുസരിച്ച് നീങ്ങാം എന്നതാണ്. അപ്പോൾ അതിന് ചുവട് പിടിച്ചാണ് ഇപ്പോൾ ബീഹാറിൽ കോൺഗ്രസും RJDയും കൂടി ഒരു സഖ്യം, അത് ഉള്ള മഹാഗഠബന്ധൻ നിതീഷ് പോയാലും അവിടെ ഒരു സഖ്യം ഉണ്ടാക്കാൻ കഴിയുമോ, ഈ സർക്കാരിനെ നിലനിർത്താൻ കഴിയുമോ നിതീഷിനെ ഒഴിവാക്കിക്കൊണ്ട് എന്ന ചർച്ചകളും വളരെ സജീവമായി അവിടെ നടക്കുന്നു. അതെ, അതായത് സർക്കാർ ഉണ്ടാക്കാനുള്ള RJD ശ്രമത്തെക്കുറിച്ചിട്ടാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് മനു. അതായത് ഇത് JDയും RJDയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നുള്ള ആ അഭ്യൂഹങ്ങളൊക്കെ ശക്തമായി നിൽക്കുന്നതിനിടയിലാണ് സർക്കാരെ നിലനിർത്താൻ ലാലു പ്രസാദ് യാദവ് തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നത്. ജിതൻ റാം മാഞ്ചിയുടെ മകൻ സന്തോഷ് മാഞ്ചിക്ക് മഹാഗത്ബന്ധൻ സഖ്യത്തിൽ ചേർന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ ലാലു പ്രസാദ് യാദവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. എന്നാൽ ഈ ഓഫറിലൊന്നും വീഴില്ല, താൻ NDAയ്ക്കൊപ്പമാണ് എന്ന് സന്തോഷ് മാഞ്ചി പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒരു വശത്തുമുണ്ട്. അതായത് എത്രത്തോളം മഹാസഖ്യത്തിന് 8 MLAമാരുടെ കുറവാണ് അവിടെ ഉള്ളത് സ്വാഭാവികമായിട്ടും. അതായത് 122 എന്ന മാന്ത്രിക സംഖ്യയാണ് തികയ്ക്കേണ്ടത്. സംസ്ഥാനത്ത് അധികാരത്തിൽ തുടരാൻ കേവല ഭൂരിപക്ഷത്തിന് 122 എന്ന മാന്ത്രിക സംഖ്യ, അതാണ് RJD ക്യാമ്പിന് വേണ്ടത്. അപ്പോൾ നിതീഷ് കുമാർ JDയുവിനെ ഭരണസഖ്യത്തിന് പിൻവലിക്കുന്ന സാഹചര്യം വന്നാൽ 122-ലെത്താൻ നിയമസഭയിൽ ആധിപത്യം നിലനിർത്താനും 8 MLAമാരുടെ കുറവ് RJDയുവിന് വരും. അത് ഏത് രീതിയിൽ, നമുക്കൊരല്പം കൂടി RJDയു നടത്തുന്ന നീക്കങ്ങൾ അതേത് രീതിയിൽ, ലാലു തന്നെ നേരിട്ട് രംഗത്തിറങ്ങി നടത്തുന്ന നീക്കങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷ് മാഞ്ചി വരെ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്ന സാഹചര്യം, അത് നിരസിച്ചിരിക്കുന്ന വാർത്തകൾ, അങ്ങനെ പല രീതിയിൽ വരുന്ന ആ ഒരു ചിത്രം ഏത് തരത്തിലാണ്? അല്ല, അതിൽ സ്വാഭാവികമായും അവർക്കിപ്പോൾ ഇടത് പിന്നെ MLAമാരുടെ ഒരു പിന്തുണയുണ്ട്. പിന്നെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയാണ് പിന്നെ വരാനിരിക്കുന്ന ഒരു പാർട്ടി. അപ്പോൾ ഈ HAM സെക്കുലർ എന്ന ഈ പാർട്ടി, ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി, അവർ നേരത്തെ പിന്നെ NDAയുടെ ഭാഗമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ സന്തോഷ് കുമാർ സുമൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നിതീഷ് കുമാർ NDAയുടെ ഭാഗമാകും എന്ന് അദ്ദേഹം തനിക്കിത് നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവരെയൊക്കെ കിട്ടാനൊക്കെയുള്ള ശ്രമം ലാലു പ്രസാദ് നടത്തും, അല്ലെങ്കിൽ തേജസ്വി യാദവ് നടത്തും എന്നത് ഒരു വശത്തിരിക്കെ, മറുവശത്ത് ഇതൊക്കെ സാധ്യമാണോ എന്നുള്ള ചോദ്യവും ഉയരുകയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ MLAമാർ മാറാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ 243 അംഗമുള്ള പിന്നെ ബീഹാർ മന്ത്രിസഭ എങ്ങനെ ഇനി അത് മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരികയാണ്. ഏതായാലും BJP അവരുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അടുത്ത ദിവസങ്ങളിൽ വിളിച്ചിട്ടുണ്ട്. ആ എക്സിക്യൂട്ടീവിൽ വിശദമായ ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ്. അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ യോഗങ്ങൾ വിളിച്ചിട്ടുള്ളത് എന്നാണ് നിലവിൽ പറയുന്നത്. എങ്കിലും പ്രധാനമായും ബീഹാറിലെ മാറുന്ന ഈ സാഹചര്യം വെച്ചുകൊണ്ടായിരിക്കും അവർ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുക. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ഏത് രീതിയിൽ ഇതിനെ കാണുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഒപ്പം ബീഹാറിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ നാടകത്തിൽ RJD അടക്കം സർക്കാരിനെ നിലനിർത്താൻ നടത്തുന്ന ശ്രമങ്ങളെ കൂടിയാണ് വിവരിച്ചത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ജനങ്ങൾ മാധ്യമങ്ങളിലൂടെയെല്ലാം ധരിച്ചു വെച്ചത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിലാവുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ചോദിക്കുകയാണ്, ഫെബ്രുവരിയിൽ അടുത്ത മാസം ഡൽഹിയിൽ നടത്താനിരുന്ന സമരം അത് സമ്മേളനമാക്കിയിട്ട് മാറ്റി. സമരം നടത്തിയിട്ട് പ്രയോജനമില്ലെന്ന്. സമരം എന്തിനു പേരിൽ നടത്താനാണ്? ഞാൻ സമരത്തിന് പോകുന്നവരോടോ സമ്മേളനത്തിനോട് പോകുന്നവരോടോ ഒരു അഭ്യർത്ഥന വെക്കുകയാണ്, ധൈര്യമുണ്ടോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് കിട്ടിയ ടാക്സ് ഷെയർ എത്രയാണ്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് കിട്ടിയ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എത്രയാണ്? കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിന് കിട്ടിയ GST കോമ്പൻസേഷൻ എത്രയാണ്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് കേരളത്തിന് എത്ര തുക കിട്ടി?
കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങൾക്ക് കേരളത്തിന് എത്ര പണം മാറ്റിവെച്ചു? ഒരു വൈറ്റ് പേപ്പർ സർക്കാർ ഇറക്കും. 8 മന്ത്രിമാർ കേന്ദ്രം ഭരിക്കുന്ന കാലത്ത് കേരളത്തിന് കിട്ടിയതിനേക്കാൾ 10 മടങ്ങ് വികസനം കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് കേരളത്തിനുണ്ട്, 10 കൊല്ലം കൊണ്ട് കേരളത്തിനുണ്ട്. ശബരിമല പോലെ അല്ല അയോധ്യയെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇത് വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷ കെ സുരേന്ദ്രൻ പങ്കുവച്ചു. അയോധ്യയിൽ ഹിന്ദു വികാരത്തിന് പ്രാധാന്യമില്ലെന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു. ഇത്തവണ 2 മുന്നണികളും എതിർത്തിട്ടും അയോധ്യ വിഷയത്തിൽ പൊതുസമൂഹം കൂടെ നിന്നു. ഇത്രയും കാലം ഉള്ളിലുണ്ടായിരുന്ന അടിച്ചമർത്തപ്പെട്ട ഒരു വികാരം ഒരു ആത്മഹർഷമാണ് കണ്ടത്. ഭൂരിപക്ഷ വികാരം കാണാതെ പോയതിന്റെ ഫലം 2 മുന്നണികളും അനുഭവിക്കുമെന്നും കെ സുരേന്ദ്രൻ ന്യൂസ് 8 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു വികാരം, ഒരു തെറ്റായ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ ഒരു ആത്മഹർഷമാണ് നാം കാണുന്നത്. ഇത് കേരളത്തിൽ ഉണ്ടാക്കിയ ചലനം ചെറുതല്ല. ഞാനിതിനെ രാഷ്ട്രീയമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഭൂരിപക്ഷ സമുദായത്തിന്റെ സെന്റിമെന്റ്സിനെ കാണാതെ പോയതിന്റെ ഫലം ഇവർ രണ്ടുപേരും അനുഭവിക്കുന്നു. BJPയിൽ ഇപ്പോൾ അനൈക്യമില്ലെന്ന് കെ സുരേന്ദ്രൻ. ബിജെപിക്കാർക്ക് വോട്ട് ചെയ്യാത്ത അവസ്ഥയുമില്ല. പ്രശ്നം ക്രോസ് വോട്ടുകളാണ്. BJP ജയിക്കുമെന്ന് കണ്ടാൽ CPM-ഉം കോൺഗ്രസും പരസ്പരം സഹായിക്കും. മഞ്ചേശ്വരം, നേമം, പാലക്കാട് എല്ലാം തോൽവിക്ക് കാരണം ക്രോസ് വോട്ടാണ്. ജയിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാട്. ക്രോസ് വോട്ടിനെ മറികടക്കാൻ ആവശ്യമായ ജനപിന്തുണ നേടുകയാണ് ലക്ഷ്യമെന്നും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബീഹാർ നിയമസഭയുമായി ബന്ധപ്പെട്ട് 122 എന്ന് പറയുന്ന മാജിക് നമ്പറുണ്ട്. JDU നിയമസഭയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ, അതല്ലെങ്കിൽ JDU പിന്തുണ പിൻവലിക്കുകയാണെങ്കിൽ അതേത് രീതിയിലാണ് RJD ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ രീതിയിലുള്ള ചർച്ചകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. 243 MLA-മാരാണ് ബീഹാർ നിയമസഭയിൽ ഉള്ളത്. മഹാഗഡ്ബന്ധന് ഉള്ളത് 160 MLA-മാർ മഹാഗഡ്ബന്ധൻ്റെതായിട്ടുണ്ട്. മറ്റുള്ള കണക്കുകളിലേക്ക് കടക്കുമ്പോൾ ഇപ്പം ഇതിൽ 243 മൊത്ത സംഖ്യയെങ്കിൽ ഇപ്പം നിലവിലുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് 160 പേരാണ് മഹാഗഡ്ബന്ധന് ഉള്ളത്. അതിൽ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി RJDക്ക് 79 MLA-മാരുണ്ട്, JDU-ന് 45 MLA-മാരുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 19 പേരുണ്ട്. ഇതുകൂടാതെയാണ് ഈ CPI-ML-ന് അവിടെ ബീഹാറിൽ ഒരു കാര്യമായ ഒരു സ്വാധീനം ഉണ്ട്. CPI-ML-ന് അവിടെ 12 MLA-മാരുണ്ട്, CPI-ക്ക് 2 പേരുണ്ട്, CPI-M-ന് 2 പേരുണ്ട്, ഒരാൾ സ്വതന്ത്രൻ എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അപ്പോൾ ഈ BJPക്കാകട്ടെ മറുപക്ഷത്ത് 78 MLA-മാരുണ്ട്. അതേപോലെ തന്നെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച, ജിതിൻ റാം മാഞ്ചി നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് 4 MLA-മാരുണ്ട്. അതുകൂടാതെ ഒരു ചേരിയിലും പെടാതെ നിൽക്കുന്നത് നമ്മുടെ AIMIM എന്ന പാർട്ടിയുടെ OIC-യുടെ പാർട്ടിയുടെ ഒരു MLA-യുമാണ്. ഇങ്ങനെയാണ് ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ ഇപ്പം നിലവിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന NDAക്ക് 82 സീറ്റുകളാണ് ഉള്ളത്. അതേസമയം ഭരണപക്ഷത്തിന് 160 സീറ്റുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 45 സീറ്റുകളുള്ള പിന്നെ ജനതാദൾ U മാറിയാൽ പിന്നീട് ഈ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ ആണ് പിന്നെ JDU ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളുകളെ നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് അടർത്തി മാറ്റാനുള്ള ശ്രമം ഉണ്ടാകും എന്നത് മുൻകൂട്ടി നിതീഷ് കാണുന്നുണ്ട്. അതേസമയം BJP ആകട്ടെ ഇവിടെ നിതേന്ദ്ര റായ് പിന്നെ ലോക് ജനശക്തി പാർട്ടി നേതാക്കളെ കാണുന്നു, ഉപേന്ദ്ര കുഷ്വാഹയെ കാണുന്നു. അതുപോലെ കോൺഗ്രസ് MLA-മാരുമായി അദ്ദേഹം ചർച്ച നടത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഇന്ന് ചായ സൽക്കാരം ഒരു വലിയ ഒരു വളരെ കോൺട്രവേഴ്സ്യലായ ഒരു സംഗതിയായി മാറുകയാണ്. ഇന്നത്തെ ഈ റിപ്പബ്ലിക് ഡേയുമായി അനുബന്ധിച്ച് കേരളത്തിലും അറ്റ് ഹോം ചായ സൽക്കാരം ഒരു വലിയ തർക്കമായി മാറി. അവിടെ ബീഹാറിലും അത് എല്ലാവരും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അപ്പോൾ അവിടുത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കാർ അദ്ദേഹം ഇതുപോലെ ഒരു അറ്റ് ഹോം സൽക്കാരത്തിന് എല്ലാവരെയും ക്ഷണിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൽ തേജസ്വി യാദവ് പോയില്ല.
അപ്പോൾ അത് ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമാകാം എന്ന് നിതീഷിനോട് അവിടെ എത്തിയ മാധ്യമപ്രവർത്തകർ ചിലർ ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അത് വരാത്ത ആളോട് ചോദിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടിരുന്നു. അന്ന് VC നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആ ഒരു സമയം തൊട്ട് ഈ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയാണ് പ്രത്യേകമായി. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബീഹാറിൽ നിന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഫെബ്രുവരി 4-ന് അവിടെ സൗഗലിയിൽ നടക്കുന്ന ഒരു മഹാസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിതീഷ് കുമാർ വേദി പങ്കിടും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അപ്പോൾ ഇനി ഇദ്ദേഹത്തിന് ഒരു പക്ഷേ മുഖ്യമന്ത്രിയായി തുടരണം എന്നൊരു നിലപാടായിരിക്കാം പ്രധാനമായും കോൺഗ്രസിന് അകത്ത് ഉണ്ടാകുക, അല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ബീഹാറിനകത്ത് ഉണ്ടാകുക. അതിനപ്പുറത്തേക്ക് കേന്ദ്രമന്ത്രി എന്ന നിലയിലേക്ക് അദ്ദേഹം ഏത് നിലയിൽ പരിഗണിക്കപ്പെടും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്ന് ഉള്ള കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നുള്ളൂ. ഏതായാലും ഈ ബീഹാറിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പാറ്റേൺ നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയൊരു നേട്ടമുണ്ടാക്കാൻ ഈ സഖ്യത്തിന് കഴിഞ്ഞിരുന്നു. അതിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് മാത്രമാണ് അവിടെ നേടാൻ കഴിഞ്ഞത്. അപ്പോൾ 40-ൽ 39 സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. അത് ഈ BJP-JDU സഖ്യത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ LJP കൂടി ചേരും. പഴയ നമ്മുടെ രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാനൊക്കെ ഇപ്പോൾ വളരെ ശക്തനായി അവിടെ രംഗത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവിടെ തൂത്തുവാരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. BJPക്ക് 24% വോട്ടുകൾ കിട്ടി, JDUവിന് 22% വോട്ടുകൾ കിട്ടി, LJPക്ക് ആകട്ടെ 8% വോട്ട് കിട്ടി. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു എന്നതാണ് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. 2014-ലും BJPക്ക് അവിടെ കാര്യമായൊരു സ്വാധീനമുണ്ടായിരുന്നു. അന്ന് വോട്ട് ഷെയർ ഒരല്പം കൂടി കൂടുതലായിരുന്നു. അന്ന് JDUവും BJPയും ഒക്കെ 2 ചേരികളിലായി മത്സരിച്ചപ്പോഴും മേൽക്കൈ ഉണ്ടാക്കാൻ BJPക്കാണ് കഴിഞ്ഞത്. അതിൻ്റെ ചിത്രം കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആ ഒരു നേട്ടം 2019-ൽ BJPക്ക് നമുക്ക് 2014 നോക്കുമ്പോൾ BJPക്ക് ഈ ബീഹാറിൻ്റെ ഒരു ഈസ്റ്റേൺ ബീഹാർ അവരുടെ പൂർണ്ണമായും അവർക്ക് വലിയ ആധിപത്യമുള്ള ഒരു പ്രദേശമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റേൺ ബീഹാർ എന്ന് പറയുന്നത് BJPക്ക് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അവിടുത്തെ എന്താ പറയുക ഒരു പൂർണ്ണമായ അപ്രമാദിത്വം ഒക്കെ BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ BJPയെ പിണക്കുന്നത് അനുകൂലമല്ല എന്ന ഒരു കാഴ്ചപ്പാടായിരിക്കണം ഈ നിതീഷ് കുമാറിനെ ഇപ്പോൾ തിരിച്ച് BJP ചേരിയിലേക്ക് എത്തിച്ചിരിക്കുക. അതായത് ഒരു 17 മാസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മടങ്ങി വരുന്നു എന്നത് വളരെ നിർണായകമാണ്. BJP ആകട്ടെ അവരുടെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള വിനോദ് താവ്ഡെയെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത 2 ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചകളുണ്ടാകും. അപർണ സൂചിപ്പിച്ച പോലെ ഗിരിരാജിൻ്റെ ഈ ചില പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും ഇത്തരത്തിൽ ചില കൈവിട്ട പ്രയോഗങ്ങളൊക്കെ നടത്തി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആസാം കഴിഞ്ഞ് ബീഹാറിലേക്ക് ഭാരത് ജോഡോ ന്യായ യാത്ര കടക്കാൻ ഒരുങ്ങുന്നു. അതിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നിതീഷ് കുമാർ പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ, ഇനിയിപ്പോൾ ആ റിപ്പോർട്ടിന് പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയുമില്ലാത്ത രീതിയിലേക്ക് ഈ 30-ാം തീയതി പൂർണ്ണയിലോ മറ്റോ ഇദ്ദേഹം രാഹുൽ ഗാന്ധിക്കൊപ്പം റാലിയിൽ പങ്കെടുക്കുമെന്നായിരുന്നു. രാഹുൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങൾ നടത്തുന്നില്ല. ചില ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ സോണിയാഗാന്ധി വിളിച്ചിട്ട് നിതീഷ് എടുത്തില്ല എന്നുള്ള. അപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും ഇനി ഈ വിഷയത്തിനകത്ത് പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല. അതായത് നിതീഷിന്റെ നിലപാടുകൾ ഈ രീതിയിലാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി സഖ്യം നേരിടുന്ന ഒരു വലിയ വിഷയമുണ്ടല്ലോ. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബീഹാറിൽ ഇനി അതിലേക്ക് ഉറ്റുനോക്കേണ്ട കാര്യമില്ല. ആ ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ്. അവിടെ മാത്രമല്ല പലയിടങ്ങളിലും ഇത്തരം വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇപ്പം പഞ്ചാബിൽ സമാനമായ സാഹചര്യമാണ്. ഇനി മറ്റിടങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് പറയാനാകില്ല. കേരളം പോലുള്ള സ്ഥലങ്ങളിൽ മുന്നണി തമ്മിൽ തന്നെയാണ് മത്സരം. അവിടെ എന്തായാലും വിട്ടുവീഴ്ചകൾ ഉണ്ടാവില്ല. തമിഴ്നാട്ടിൽ എത്ര സീറ്റ് വിട്ടു നൽകും എന്ന കാര്യത്തിൽ സംശയമാണ്. പിന്നെ ഉത്തരേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഗുജറാത്ത് അതുപോലൊക്കെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് കാര്യമായ പ്രതീക്ഷയില്ല. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയം ഒരുപക്ഷെ അത് വലിയ നിരാശാജനകമായാണ് കോൺഗ്രസ് പാളയത്തിനെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു വലിയൊരു സ്ട്രക്ചറൽ റിഫോം, ഘടനാപരമായ ഒരു പരിഷ്കരണം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകണം. അതിനെ സംബന്ധിച്ചൊക്കെയുള്ള കൂടിയാലോചനകൾ അവർ നടത്തേണ്ടിയിരിക്കുന്നു എന്നതാണ്. കാരണം ഇനിക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച് BJPയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ നീക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഫലപ്രദമായി, പ്രത്യേകിച്ച് ഈ ഹിന്ദി ഹൃദയ ഭൂമിയിൽ അവർക്ക് ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കേണ്ടതുണ്ടെങ്കിൽ
അവർ കുറെ കൂടി ശക്തമായി പദ്ധതികളുമായി വരികയും ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിന് ഒരു പ്രത്യേക അജണ്ടയുമായി വരികയും NDA സംബന്ധിച്ചിടത്തോളം ഞാൻ BJP നേതൃത്വത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ എന്നിവർ കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന നൽകുന്നതിൽ ഉള്ള ഒരു രാഷ്ട്രീയം തന്നെ പല തരത്തിൽ വിലയിരുത്തപ്പെട്ട ഒന്നാണ്. അത് ഈ സമയത്ത് നൽകുക, പിന്നോക്ക വിഭാഗക്കാരെ കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുക, അതെല്ലാം ഒരു വശത്ത്. നിതീഷിനെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ നേരത്തെ സുശീൽ മോദി അടക്കം മുന്നിൽ നിന്നുകൊണ്ട് നടത്തുന്ന നീക്കങ്ങളെല്ലാം കേന്ദ്ര നേതൃത്വം ഇത് ഏത് തരത്തിൽ കാണുന്നു? നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഘടകം, ഇപ്പോൾ ഈ പറയുന്ന വിമർശനങ്ങളുണ്ടല്ലോ, ഈ ക്യാമ്പിനകത്ത് തന്നെ എത്ര കാലം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് എന്നുള്ളൊരു ആ രീതിയിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ തന്നെയായിരിക്കും ഇനി ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരിക എന്നുള്ള തർക്കമില്ല. എങ്ങനെയാണ് BJPയുടെ അച്ചുതണ്ടായിട്ടുള്ള ആ 3 പേർ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഏത് രീതിയിലാണ് നിതീഷിനെ പ്രതീക്ഷിക്കുന്നത്? ബീഹാറിൽ നിതീഷ് ഇല്ലാതെ BJPക്ക് ഒരു തിരിച്ചുവരവില്ല എന്നൊരു ഘട്ടത്തിലേക്ക് അങ്ങനെ ഒരു ചിന്തിക്കൽ കൂടി ഈ കൂടിയാലോചനകളിലും തിരിച്ചു വിളിക്കലിനെല്ലാം ഉണ്ടായിട്ടുണ്ടാവുമോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താരിഖ് അൻവറിൻ്റെ ഒരു പ്രതികരണമാണ് വന്നിട്ടുള്ളത്. മുന്നണിക്ക് അത് ഒരു കനത്ത നഷ്ടമായിരിക്കും നിതീഷ് കുമാർ ഇല്ലാതെ വന്നാൽ എന്ന ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മമതാ ബാനർജി ഇല്ലാതെ അത് ആലോചിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർ മുന്നണിയുടെ പ്രധാന ഘടകമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നിതീഷിനെയും ഒരു പ്രധാനപ്പെട്ട ആളാണ് മുന്നണിയിൽ എന്ന തരത്തിലൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കാതെ അദ്ദേഹം ഈ പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് പോകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം നിതീഷിന് പ്രത്യേകിച്ച് ഇനി നേടാൻ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിന് ഒരു പ്രധാനമന്ത്രിയാകുക എന്നുള്ളതാണ് അടുത്ത ഒരു നേട്ടം. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം BJPയോടൊപ്പം നിൽക്കുന്നത് അദ്ദേഹത്തിന് അവിടുത്തെ നിലവിലെ ഒരു ശക്തി കൊണ്ട് BJPക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തിന് കഴിയും. അതേപോലെ തന്നെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയും. ഇവരെയൊക്കെ ഈ പുതിയ ഇന്ത്യ സഖ്യത്തിലേക്ക് അവരെയൊക്കെ ആകർഷിപ്പിക്കുന്ന ഏക ഘടകം അവർക്ക് ഒരു പ്രധാന റോൾ ദേശീയ തലത്തിൽ ഉണ്ടാകുക, അത് പ്രധാനമന്ത്രിയോ അതുപോലുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് അവർക്ക് വരാൻ കഴിയുക എന്നുള്ള ഒരു സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുക എന്നുള്ള ഒരു ആകർഷണീയത മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നഷ്ടമാകുന്നു ഒന്ന് മനസ്സിലാകുന്നൊരു ഘട്ടത്തിൽ പ്രാദേശികമായി തന്നെ തനിക്ക് ഉള്ള ബലം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് പോകേണ്ട എന്ന നിലപാട് നിതീഷ് കുമാർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായ ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു ശരിയായ തീരുമാനം എന്ന് മാത്രമേ അതിൽ വിലയിരുത്താനുള്ളൂ. ഏതായാലും നിതീഷ് കുമാർ രാജ്ഭവനിൽ എത്തിയ ഒരു സാഹചര്യം കൂടിയാണ്. കൂടുതൽ BJP നേതാക്കളുടെ പ്രതികരണങ്ങളിലൂടെ നിതീഷ് കുമാറിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങളെല്ലാം ഇപ്പോൾ വന്ന ഒരു സാഹചര്യം കൂടിയില്ലേ? BJP നേതാക്കൾ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുന്നു എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് വന്നത്. സുശീൽ കുമാർ മോഡി ഇത് സംബന്ധിച്ച് പറഞ്ഞത് വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു, ചർച്ചകൾ സജീവമായി നടക്കുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ BJP ആസ്ഥാനത്തെത്തി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അപ്പോൾ ബാക്കി വിഷയങ്ങൾ കൂടി പിന്നെ സംസ്ഥാനത്തെ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ കൂടി അറിഞ്ഞ് ഇതിലൊരു അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഇത് സംബന്ധിച്ച അടുത്ത തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതിജ്ഞാ ചടങ്ങ് ഞായറാഴ്ച നടക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നതിനിടയിൽ കൂടിയാണ് ഇത് അത്യന്തം ഉറ്റുനോക്കുന്ന ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ട്വിസ്റ്റ് ബീഹാർ സമ്മാനിച്ചിരിക്കുന്നു. ഒട്ടും സുഖകരമല്ലാത്തൊരു ട്വിസ്റ്റ് കൂടിയാണ്. പ്രത്യേകിച്ച് ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തു കൂടിയായിരുന്നു നിതീഷിൻ്റെ ഈ കൂടുമാറ്റം എന്നുള്ളത്. എന്താണ് കൃത്യമായി ഉള്ള റിപ്പോർട്ടുകൾ, കൃത്യമായി ഉള്ള പ്രതികരണങ്ങൾ എന്നുള്ളതെല്ലാം വരും മണിക്കൂറുകൾ തന്നെ അറിയാൻ കഴിയുകയും ചെയ്യും. ഇലക്ഷൻ ചാനൽ തിങ്കളാഴ്ച പൂർണ്ണമാകും.